ഹായ്. നമ്മൾ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ, അതായത് പ്രത്യേകിച്ച് ചെറിയ കുട്ടികളെയും കൂട്ടിയിട്ട് യാത്ര ചെയ്യുമ്പോൾ ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിച്ചെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ വീഡിയോ കേട്ടോ ഇത്. ബേബിനെയും ടോഡ്ലറിനെയും കൂട്ടിയിട്ട് നമ്മൾ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഇപ്പം നല്ല ചെറിയ ബേബി ആണെങ്കിൽ, ഇപ്പോൾ ഒരു 4 മന്ത്സ് 5 മന്ത്സ് ഉള്ള ബേബി ആണെങ്കിൽ മെയിനായിട്ട് നമ്മൾ ചെവി കവറാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അതിന് ഏറ്റവും ബെസ്റ്റ് മങ്കി ക്യാപ്പില്ലേ, നമ്മുടെ ഫേസ് മാത്രം കാണുന്ന ടൈപ്പിലുള്ള, ബാക്കി ഹെഡും നെക്കും കവറാകുന്ന, ഫുൾ കവറാകുന്ന മങ്കി ക്യാപ്പാണ് ഏറ്റവും ബെസ്റ്റ് ബേബീസിന്. നമ്മൾ ടോഡ്ലറിനാവുമ്പോൾ നമുക്ക് സാധാരണ നോർമൽ ക്യാപ്പ് ടൈപ്പ് തന്നെ ചെവി പക്ഷെ കവർ ആവണമെന്ന്, അങ്ങനത്തെ ക്യാപ്പായിരിക്കും ഏറ്റവും ബെസ്റ്റ്. പിന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്, ബേബീസിന് നമ്മൾ എന്തായാലും ഫീഡ് ചെയ്യേണ്ടി വരുമല്ലോ. അപ്പം ട്രെയിനിൽ അറിയാത്ത കുറേ ആൾക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ബേബിനെ എപ്പോഴും കംഫർട്ടായിട്ട് ഇരുത്താൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അതിന് ഏറ്റവും നല്ലത് നമ്മൾ വിൻഡോ സീറ്റ് തന്നെ എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ടിക്കറ്റ് എന്തായാലും പ്രീ ബുക്ക് തന്നെ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. വിൻഡോ സീറ്റ് തന്നെ കിട്ടാൻ വേണ്ടിയിട്ടും ശ്രദ്ധിക്കുക. എന്താ വെച്ചാൽ നമ്മൾ സൈഡ് സീറ്റായിട്ട് വരുന്ന സമയത്ത് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന സമയത്ത് അത് കുട്ടിക്ക് ഭയങ്കര ഒരു ഡിസ്റ്റർബൻസ് ആയിട്ട് ഫീൽ ചെയ്യും. അതുകൊണ്ട് നമ്മൾ അവരെ വിൻഡോ സീറ്റിലായിട്ട് നമ്മൾ ഇരിക്കുന്ന സമയത്ത് അവർക്ക് അതൊരു കംഫർട്ടായിരിക്കും. പിന്നെ ഫീഡ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ, നമുക്ക് എന്താ പറയണ്ടേ, അറിയാത്ത ആൾക്കാരെല്ലാം ഉണ്ടാകുമ്പോൾ നമുക്ക് ഫീഡ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പം അതിന് മെയിനായിട്ട് നമ്മളൊരു, ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ ഉള്ള പോലത്തെ ടൈപ്പ് ക്ലോത്ത് ആണെങ്കിൽ നമുക്ക് ഭയങ്കര കംഫർട്ടായിരിക്കും ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് കാണാത്തവരതൊന്ന് കണ്ടു നോക്ക്. ഞാനിത് കുറേ ടൈം പറയുന്നത് വെച്ചാൽ, അത് എല്ലാ ന്യൂ മോംസിനും യൂസ്ഫുൾ ആകട്ടെ എന്ന് വിചാരിച്ചതിനെ കൊണ്ട് മാത്രം ഞാൻ പിന്നെ അത് എടുത്ത് പറയുന്നത് തന്നെ. പിന്നെ നമുക്ക് ട്രെയിനിന് ഫീഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ലോങ് ട്രിപ്പൊക്കെ ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, നമ്മൾ സ്റ്റേഷനിൽ അപ്പോൾ കഴിവതും ഫീഡിങ് റൂമിൽ നിന്ന് നല്ലതുപോലെ ഫീഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതിനുശേഷം നമ്മൾ ട്രെയിനിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് സമയം കൊണ്ട് തന്നെ കുട്ടീനെ പെട്ടെന്ന് തന്നെ ഉറക്കാൻ പറ്റും. പിന്നെ കുറേ സമയം അവർ കണ്ടിന്യൂസ് ആയിട്ട് ഉറങ്ങുന്ന കുട്ടിയാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് അതങ്ങ് ഉറങ്ങിക്കോളും. പിന്നെ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, അവർക്ക് ഇഷ്ടപ്പെട്ട ഫേവറേറ്റ് ആയിട്ടുള്ള ടോയ്സ് ഒക്കെ നമ്മൾ കയ്യിൽ കരുതേണ്ടി വരും. അത് വെറൈറ്റി ആയിട്ടുള്ള ടോയ്സ് സൗണ്ട് ആക്കുന്നത്, അതിൻ്റെ തന്നെ ടോയ്സ് തന്നെ പല വെറൈറ്റി ഉള്ള ടോയ്സ് ഉണ്ടാവുമല്ലോ, സൗണ്ട് കിളികിളി ആവുന്നതും കിക്കി പോലത്തെ സൗണ്ടും, അങ്ങനത്തെ കുറേ വെറൈറ്റി ആയിട്ടുള്ള ടോയ്സ് ഉണ്ടാവുമല്ലോ. അവർക്ക് ഇഷ്ടപ്പെട്ടതും വെറൈറ്റി ആയി സൗണ്ട് ഉണ്ടാക്കുന്നതും ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ള ടോയ്സും ഒക്കെ നമ്മൾ കയ്യിൽ കരുതാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം അവർക്ക് എപ്പോഴും ഡിസ്കംഫർട്ട് തോന്നുന്ന സമയത്ത് നമുക്ക് ടോയ്സ് വെച്ചിട്ട് അവരെ നമുക്ക് ഇതാക്കി എടുക്കാൻ പറ്റും. ഞാൻ അങ്ങനെയൊക്കെ ആയിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ ഇത്ര ഇതായിട്ട് പറയുന്നത് തന്നെ.